ഹായ് എല്ലാവർക്കും നമസ്കാരം. സിൻസിസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കരിവേപ്പിൻ്റെ കെയറിങ്ങിനെ പറ്റിയാണ് കേട്ടോ. കറി ലീവ്സിൻ്റെ കെയറിനെ പറ്റിയാണ് പറയുന്നത്. ഇതാണ് എൻ്റെ കരിവേപ്പ്. ഈ കരിവേപ്പ് ഇപ്പം നട്ടിട്ട് ഒരു 5 വർഷമായതേ ഉള്ളൂ കേട്ടോ. ഈ കരിവേപ്പ് ഇവിടെ നട്ടിട്ട് നന്നായിട്ട് സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ് ഈ കറി ലീവ്സ്. അപ്പം നമ്മൾ കറിവേപ്പിനെ നടുന്നത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം. നമ്മൾ ചട്ടിക്കകത്താണ് വെക്കുന്നതെങ്കിലും അതിനെ പുറത്തെടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്തായിരിക്കണം വെക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന് വെള്ളം ഒഴിക്കുന്നത്. സമ്മറിലാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് പ്രത്യേകിച്ച് ചട്ടിക്കകത്താണ് നട്ടിരിക്കുന്നതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് വെള്ളം വേണ്ട ഒരു ചെടിയാണ് ഈ കറി ലീവ്സ്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വളമിട്ട് കൊടുക്കുന്നത്. വളമിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വലിയ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, ഇറച്ചി കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതായത് മീനിൻ്റെ ഇറച്ചിയുടെ ഒന്നും പാർട്ടിക്കിൾസ് ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. അത് കഴുകുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരി കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എന്നാ വെച്ചാൽ കഞ്ഞിവെള്ളം വെച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനിടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതെല്ലാം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. കഞ്ഞിവെള്ളമൊക്കെ കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആട്ടിൻകാഷ്ടം ഉണ്ടെങ്കിൽ ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലുപൊടി നമുക്ക് ഗാർഡൻ സെൻറ്ററിൽ നമുക്ക് എല്ലുപൊടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ സമ്മറിൽ അതിൻ്റെ വളർച്ച കൂടുതലായിട്ട് നടക്കുന്നത് സമ്മറിലാണ്. അപ്പം നമുക്ക് സമ്മറിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇലയല്ലേ കൂടുതലും വേണ്ടത്. ഇലയ്ക്ക് കൂടുതലും വേണ്ടത് നമുക്ക് അന്നേരം നൈട്രജൻ അടങ്ങിയ വളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കൂടുതലും ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് ഈ കറിവേപ്പിന്. നോക്കേണ്ടത് വിൻ്ററിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. വിൻ്ററിൽ ചെറിയ കരിവേപ്പായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പുറത്തിരിക്കുമ്പം അത് സേഫ് അല്ല കേട്ടോ. മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അത് കേടായി അത് പോകും. അത് ട്രോപ്പിക്കൽ കൺട്രിയിൽ വളരുന്ന ഒരു ചെടിയാണല്ലോ ഈ കരിവേപ്പ്. അതുകൊണ്ട് നമ്മൾ വിൻ്റർ ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. വലിയ ചെടി ആയി കഴിയുമ്പോൾ പുറത്ത് നിന്നാലും കുഴപ്പമില്ല. ഇതിനിപ്പം പുറത്ത് നിന്നാലും കുഴപ്പമില്ല. എന്നാൽ പോലും ഞാൻ ഷെയ്ഡിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ എനിക്ക് വേറെ ഒരു ചെടിയുണ്ട്, അത് ഞാൻ കാണിക്കാം. വേറെ ഒരു ചെടിയുണ്ട്, അതിനെ ഇത് കുറച്ച് ഇത്രയും വലുതായതാണ്. അപ്പം ഞാൻ അതിനെ പുറത്താണ് നട്ടിരിക്കുന്നത്. അതിനൊരു കുഴപ്പം വരാറില്ല. വിൻ്ററിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഓട്ടം കഴിഞ്ഞിട്ടാണല്ലോ വിൻ്റർ വരുന്നത്. ഓട്ടം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലകളും കുറേശ്ശെ പൊഴിയാൻ തുടങ്ങും. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ ആ കൂടുതലും ഇലകൾ പറിച്ചെടുക്കും. കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തോ ഫ്രിഡ്ജ് വെക്കുകയോ ചെയ്യാം. ബാക്കിയുള്ള ഇലയെടുത്ത് ഞാൻ എണ്ണ കാച്ചുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇല മുഴുവനും പൊഴിഞ്ഞു പോവുകയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സമ്മർ ആയി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തഴച്ച് വരികയും ചെയ്യും. അപ്പോൾ വിൻ്റർ നമ്മൾ ഇല പൊഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമയമുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് കോതി വിടാം. ഇതിന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്താം. അപ്പോൾ ഇങ്ങനെ സമ്മർ നന്നായിട്ട് തഴച്ച് വളർന്ന് അതുകൊണ്ടാണ് ഇതുപോലെ ഒരു കുട പോലെയല്ലേ ഇതിപ്പോൾ നിൽക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ മുറിച്ച് വിടുന്നതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഈ കോലായിട്ടങ്ങ് പോകും. നമ്മളങ്ങനെ കോലായിട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്കിതിനെ പ്രൂൺ ചെയ്ത് നിർത്താം. ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. കരിവേപ്പിനെ നമുക്ക് 3 രീതി പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞെങ്കിൽ ചില കരിവേപ്പിൻ്റെ ഈ വേരേന്ന് തന്നെ പൊട്ടിമുളച്ച്, ഞാൻ അങ്ങനെ ഒപ്പിടി കണ്ടിട്ടുണ്ട്. വേരേന്ന് പൊട്ടിമുളച്ച് തൈകളുണ്ടായി വരും. പക്ഷേ എൻ്റെ കരിവേപ്പിന് ഇതുവരെ അതുപോലെ വന്നിട്ടില്ല കേട്ടോ. എനിക്കൊന്ന് പല വെറൈറ്റി കരിവേപ്പുണ്ടല്ലോ. അപ്പോൾ ഈ എൻ്റെ വെറൈറ്റി കരിവേപ്പിന് എല്ലാ വർഷവും സമ്മറിൽ അങ്ങ് പൂത്ത് വരുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ കുരുകളുണ്ട്. ഇഷ്ടം പോലെ പൂത്ത് നന്നായിട്ട് കുരുവായിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ കുരുവായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കുരു പൊട്ടിച്ച് കളയാൻ പോകാനിത്. ഇത്രയും കുരുവിൻ്റെ ആവശ്യമില്ല. കുറേ ഞാൻ പൂവായിട്ട് തന്നെ ഞാൻ മുറിച്ച് കളയും. നമുക്ക് പിന്നെ ഇലയല്ലേ വേണ്ടത്, നമുക്ക് പൂവിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ പൂവൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കാ നിർത്തിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കരിവേപ്പിൻ്റെ കാ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ച് പേർക്ക് കൊടുത്തിരുന്നു. അവരുടെയൊക്കെ ഉണ്ടായോന്ന് എനിക്കറിയത്തില്ല. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ വിത്തിട്ട് അതുപോലെ കുരുവിട്ട് മുളപ്പിക്കാവുന്നതാണ്. ഇത് കറക്കും കേട്ടോ. നന്നായിട്ട് ഇത് കറുത്ത കളറിലായിട്ട് വരും. കറുത്ത കളറായി കഴിഞ്ഞിട്ട് പക്ഷേ സമ്മർ ആകുമ്പോഴേ ഇത് വിൻ്റർ ആകുമ്പോഴത്തേക്കും ഇത് കറുത്ത കളർ വരുള്ളൂ. പക്ഷേ അത് സൂക്ഷിച്ച് വെച്ചിട്ട് സമ്മർ ആയി കഴിയുമ്പോൾ നമ്മൾ മണ്ണിലിട്ടാൽ മതി. മണ്ണിന് ചൂടായി കഴിയുമ്പോഴേ ഈ വിത്തുകളൊക്കെ മുളച്ച് വരത്തുള്ളൂ. അതുകൊണ്ട് വിൻ്ററിൽ തന്നെ കൊണ്ടുപോയി മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയി കുരു കൊണ്ടിട്ട് വയ്ക്കരുത്. അത് സമ്മർ ആയി കഴിയുമ്പോൾ ഇട്ടാൽ മതി. അപ്പോൾ സമ്മറിൽ മുളച്ച് വരും. പക്ഷേ ഇനി അടുത്തതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ തണ്ട് മുറിച്ച് നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതെനിക്ക് തീർച്ചയില്ല. ഒരു കോല് റൂട്ടിംഗ് ഹോർമോണിൻ്റെ അകത്ത് മുക്കിയിട്ട് ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് എടുത്ത് വെച്ചതാണ്. ഇതുപോലെ ഒരു പോട്ടിൻ്റെ അകത്ത് ഞാൻ എടുത്ത് വെച്ചതാണ്. തണ്ട് മുറിച്ച് വെച്ചെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഉറപ്പായി. ഇത് കണ്ടോ, ഇതിന് ഇലയും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് പൂവോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. എങ്ങനെയാണ് ഈ കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചെടുക്കുന്നതെന്നല്ലേ. നമ്മൾ എപ്പോഴൊക്കെ ചെറുപ്പത്തിൽ ഇല എടുത്തുകൊണ്ടിരുന്ന അമ്മച്ചി ഇല എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെ ഇല എടുത്തുകൊണ്ട് വന്നിരുന്നത് ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ എപ്പോഴും കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുവാണെങ്കിൽ ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ മുറിച്ചെടുക്കുവാണെങ്കിൽ അവിടെ വേറെ ഒരു
പൊട്ടിക്കിളിച്ച് അടുത്ത ഒരു ശാഖ വന്നോളും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. ഇതുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുറിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് എണ്ണ കാച്ചണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ചേറെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സമ്മർ ആയി കഴിയുമ്പം എങ്ങനെയാണ് നമ്മളിതിൻ്റെ ചുവട് സംരക്ഷിക്കേണ്ടതെന്നാണ്. സമ്മറിൽ എപ്പോഴും വെള്ളം ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സമ്മറിൽ നമുക്കതിന് നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുകയും ചെയ്യാം. നന്നായിട്ട് മൾച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് കരിയില ഇട്ട് കൊടുത്താൽ മതി. അതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല ഉണ്ടെങ്കിൽ അത് ഇതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബാർക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മൾച്ചായിട്ട് തന്നെ നമുക്ക് ഗാർഡൻ സെൻറ്ററിൽ മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൾച്ചിട്ട് കൊടുക്കുന്നത് ചുവട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് കരിവേപ്പിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ഇതുപോലെ തീർന്നു കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും അതിന് മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സിൻസീസ് ഗാർഡൻ. ഹാപ്പി ഗാർഡൻ.